പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഒരിക്കൽ ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചിട്ട് തൻ്റെ അയൽക്കാരനോട് വളരെ മോശമായി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് വളരെ പ്രയാസം തോന്നുകയും അദ്ദേഹം ആ നാട്ടിലെ ഒരു പുരോഹിതൻ്റെ അടുത്ത് പോയിട്ട് ഈ സംഭവം പറയുകയും ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വാക്കുകൾ തിരിച്ചെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒരു സഞ്ചി എടുത്ത് ഒരു ചാക്കെടുത്തിട്ട് അതിൽ നിറച്ച് തൂവൽ നിറക്കുക, എന്നിട്ട് അത് നഗരമധ്യത്തിൽ പോയിക്കൊണ്ട് നിക്ഷേപിക്കുക. അദ്ദേഹം അതേപോലെ തന്നെ ചെയ്ത് തിരിച്ചു വന്നു. പുരോഹിതൻ പറഞ്ഞു, ഇനി ആ തൂവലുകളെല്ലാം താങ്കൾ ഇതേ സഞ്ചിയിൽ എടുത്തിട്ട് കൊണ്ടുവരിക. അദ്ദേഹം പോയി ആ നഗരത്തിൽ പോയി നോക്കുമ്പോൾ ആ തൂവലുകളെല്ലാം അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ തൂവലുകളെല്ലാം വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് പാറിപ്പോയിട്ടുണ്ടായിരുന്നു. പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളും. അതെവിടെയൊക്കെയോ പോയിട്ടുണ്ട്, ആരെയൊക്കെയോ വേദനിപ്പിച്ചിട്ടുണ്ട്, ആരെയൊക്കെയോ സങ്കടപ്പെടുത്തിയിട്ടുമുണ്ട്. അതൊന്നും ഒരിക്കലും തിരിച്ചെടുക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല എന്ന് വിജയൻ മാഷ് ഒരിക്കൽ പറയുകയുണ്ടായി. ഒരാളെ വെറുക്കുമ്പോൾ അയാളെ വെറുക്കുന്ന കാരണങ്ങൾ തേടിക്കൊണ്ട് പോകും. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അയാൾ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ തേടിപ്പോകുമെന്ന്. ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. ഒരാളെ അടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അയാളുടെ ദോഷങ്ങൾ നമുക്ക് ഗുണങ്ങളായി മാറും. ഒരാളെ നമ്മൾ അകറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളുടെ ഗുണങ്ങൾ മുഴുവൻ ദോഷങ്ങളുമായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഒരു മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ കൊല്ലാൻ പറ്റുന്ന ആയുധം ഏതാണ്? ആ ഗുരു പറഞ്ഞു, വാക്കുകളാണ്. മനുഷ്യന് ശരീരത്തിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ പെട്ടെന്ന് കഴിയും. പക്ഷേ മനസ്സിനേറ്റ മുറിവുകൾ പഴുത്തുകൊണ്ടേയിരിക്കും. അത് ഉണങ്ങാൻ വളരെ പ്രയാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മല്ലയുദ്ധത്തിൽ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നവനല്ല ശക്തിമാൻ, മറിച്ച് തനിക്ക് കോപം വരുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ശക്തിമാനെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖൂലു ലിന്നാസി ഹുസ്ന എന്ന്. നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നന്നായി സംസാരിക്കുക. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.